ഇവിടെ വേണമെന്ന് നമുക്ക് എന്തും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ, അടുത്ത എന്തെങ്കിലും വരുമ്പോൾ വാട്സപ്പിൻ്റെ തലയിൽ ഇട്ടുകൊടുക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് അധികം ഇപ്പോൾ ആരും യൂസ് ചെയ്യല്ലെന്നുണ്ട്. ഫേസ്ബുക്കിൻ്റെ തലയിലാകുമ്പോൾ വലിയൊരു പ്രശ്നം വരില്ല. നമ്മളെ നീറ്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പർ ചോർത്തിയതിൻ്റെ പ്രധാന കാരണക്കാരനെ ഗവൺമെൻറ് പിടിച്ചിട്ടുണ്ട്, നടപടി എടുത്തിട്ടുണ്ട്. അതിലൊന്നും ഒരു പ്രശ്നമല്ല. ആരാന്നറിയോ? ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവും എനിക്കറിയാം. നമ്മളെ ടെലഗ്രാമിൽ കൂടിയാണല്ലോ ഇതൊക്കെ ഷെയർ ചെയ്തത്. അപ്പോൾ ടെലഗ്രാമാണല്ലോ പ്രശ്നക്കാരൻ. നമുക്ക് ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ പറയുക, ഈ എക്സാം കാര്യങ്ങളൊക്കെ നിരോധിച്ചാലോ? കുട്ടികളും ഇതൊക്കെ ഒരുപാട് തോൽക്കുന്നുണ്ട്. അപ്പോൾ അത് ബാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരു സമാധാനമാവും. അതേപോലെ തന്നെ നമ്മളെ റോഡ് ആക്സിഡൻ്റ് ഒക്കെ ഒരുപാട് കൂടി കിടക്കുന്ന ഒരു സമയമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ, വണ്ടികൾ മൊത്തം ബാൻ ചെയ്യാം. നടന്നിട്ട് പോട്ടെ, അപ്പോൾ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. എങ്ങനെയുണ്ട്? നല്ല ഐഡിയ അല്ലേ? അതേപോലെ തന്നെ ഈ സ്മഗ്ലിംഗ് ഒക്കെ നല്ലോണം കൂടിയിട്ടുണ്ട്. നമുക്ക് എയർപോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യുക, ബാൻ ചെയ്യുകയൊക്കെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? നല്ല ഐഡിയ അല്ലേ? എനിക്ക് ഇങ്ങനത്തെ വലിയ ഐഡിയകളൊക്കെ വരുള്ളൂ. അതേപോലെ തന്നെ വേറൊരു കിണ്ണം കച്ചിട്ടുണ്ട്, ഈ ബാങ്കിലൊക്കെ ഫ്രോഡ് ട്രാൻസ്ഫർ, അതേപോലെ തന്നെ കള്ളപ്പണം കാര്യങ്ങളൊക്കെ അല്ലേ. നമുക്ക് ബാങ്ക് മൊത്തം എന്ത് ചെയ്യുക, ആണ് ക്ലോസ് ചെയ്തിടുക. അതാകുമ്പോൾ ട്രാൻസ്ഫർ ഒന്നും നടക്കില്ല, ഒന്നും നടക്കില്ല. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? കത്തിയില്ലേ? ഇവിടെ വേണമെന്ന് നമുക്ക് എന്തും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ, അടുത്ത എന്തെങ്കിലും വരുമ്പോൾ വാട്സപ്പിൻ്റെ തലയിൽ ഇട്ടുകൊടുക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് അധികം ഇപ്പോൾ ആരും യൂസ് ചെയ്യല്ലെന്നുണ്ട്. ഫേസ്ബുക്കിൻ്റെ തലയിലാകുമ്പോൾ വലിയൊരു പ്രശ്നം വരില്ല. എന്തായാലും നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ഒരു കഥ, ഇൻസൈഡർ ആയിട്ടുള്ള ഒരാളാണ് ഇത് മൊത്തം ചെയ്തത്. എന്നിട്ട് പാവം വഴി മൊത്തം നമ്മളെ ടെലഗ്രാമിൻ്റെ തലയിൽ കണ്ടിട്ട് എല്ലാവരും ഇനി അതിൻ്റെ പിന്നാലെ പോകണം. അതാണ് മെയിൻ ഉദ്ദേശം. പേപ്പർ ലീക്ക് ചെയ്ത് ആളെ പിടിക്കുന്നതിന് പകരം ആപ്പ് ബാൻ ചെയ്യാൻ പോയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പഠിച്ചവനറിയാം നാളെ എന്തൊക്കെ ഇനി ബാൻ ചെയ്യാൻ പോണെന്നത്. കണ്ടിരിക്കാം.